നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അധിക നികുതി ചുമത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനത്തിൽ മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക് ദ്വീപുകൾക്ക് മേലെയും നികുതി ചുമത്തിയതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പരിഹാസത്തിന് കാരണമായിട്ടുണ്ട്. മനുഷ്യവാസമില്ലാത്ത അന്റാർട്ടിക് ദ്വീപുകൾക്ക് മേലെ 10% നികുതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾക്ക് മേലെയാണ് ട്രംപിന്റെ നികുതി ചുമത്തൽ. കടൽമാർഗം മാത്രം എത്താൻ സാധിക്കുന്ന ഈ ദ്വീപുകളിൽ പെൻഗ്വിനുകളും കടൽപക്ഷികളും മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത. യുഎസിനെ സമ്പന്നതയിലേക്ക് എത്തിക്കാൻ പെൻഗ്വിനുകളെയും ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട വ്യാപാര താരിഫ് ചുമത്തപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ ഉൾപ്പെട്ടത്. ഓസ്ട്രേലിയയുടെ നിയന്ത്രണത്തിലുള്ള ഹേഡ് ആൻഡ് മക്ഡൊണാൾഡ് ദ്വീപുകളിലേക്ക് എത്താൻ പെർത്തിൽ നിന്ന് 2 ആഴ്ചയോളം ബോട്ടിൽ സഞ്ചരിക്കണം. ലോകത്തെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഇതിനോട് പ്രതികരിക്കുന്നതിനിടെ പറഞ്ഞത്. 37,000 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദ്വീപുകൾ ഫിലാഡൽഫിയയേക്കാൾ അല്പം വലുതാണ്. 1997 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇവിടം ഇടം നേടിയിട്ടുണ്ട്. അമേരിക്കയുടെ വിമോചന ദിനമെന്ന പ്രഖ്യാപനത്തോടെ വ്യാപാര പങ്കാളികൾക്ക് കനത്ത തീരുവയാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന ഇറക്കുമതി തീരുവ 10%. ഇന്ത്യക്കുമേൽ 26%, ചൈനയ്ക്കുമേൽ 34% ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ 20% തീരുവയും UK 10%, ജപ്പാന് 24%മാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.